നമ്മളൊരു അടിപൊളി സ്റ്റാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഫുൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കാം. ഹലോ, ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ്. പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി 3D ലുക്കിലുള്ള സ്റ്റാറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതിന് ന്യൂസ് പേപ്പർ ആയാലും മതി കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ കമ്പനിയുടെ ലെറ്റർ പാഡാണ്. അപ്പോൾ ഇതിൽ കുറച്ച് റൈറ്റിങ്സ് വരുന്നുണ്ട്, എന്നാലും ഇത് കറക്റ്റ് A4 സൈസിലുള്ള ഷീറ്റുകളാണ്. അപ്പോൾ ഇതിൽ നിന്നും ഒരു 25 പേപ്പേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു റൈറ്റിങ്സ് വരുന്ന ഭാഗം താഴേക്കാക്കി ഇതുപോലെ വയ്ക്കുക. നെക്സ്റ്റ് ഈ ഒരു പേപ്പറിൻ്റെ സെൻറ്റർ പോയിന്റ് കണക്കാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പേപ്പർ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ബോട്ടത്തിലും ടോപ്പിലും ഇതിൻ്റെ ആ ഒരു സെൻറ്റർ പോയിന്റ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരി ഫോൾഡ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള പാർട്ട് സെൻറ്റർ പോയിന്റിലേക്ക് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി റൈറ്റ് സൈഡിലുള്ള പോർഷൻ ലെഫ്റ്റ് സൈഡിലുള്ള പോർഷനിലേക്ക് കുറച്ചൊന്ന് കയറ്റി വേണം ഇതുപോലെ ഫോൾഡ് ചെയ്യാനായിട്ട്. ഏകദേശം ഒരു 1/4 സെൻറ്റിമീറ്റർ മതി. ഈ എടുക്കുന്ന അളവ് തന്നെ വേണം ബാക്കി 24 പേപ്പേഴ്സ് ഫോൾഡ് ചെയ്യുന്ന ടൈമിലും ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ആ ഒരു ഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. കയറ്റി ഒട്ടിച്ചിട്ടുള്ള ആ ഒരു 1/4 സെൻറ്റിമീറ്ററിൽ മാത്രമാണ് ഗം അപ്ലൈ ആവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്കെയിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഗം അപ്ലൈ ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, നമ്മളൊരു സ്കെയിലും കൊണ്ട് വരയ്ക്കുന്ന അതേ രീതിയിൽ ഫെവിക്കോൾ വെച്ചിട്ട് ഇതുപോലൊരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കുറച്ച് എക്സസ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ അങ്ങോട്ട് ഈ ഒരു പേപ്പർ ഫോൾഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ബാക്കി 24 പേപ്പേഴ്സും ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകൾ പോർഷനിലും താഴെ പോർഷനിലും ഈ ഒരു രീതിയിൽ ഓപ്പൺ ആയിരിക്കും. കണ്ടില്ലേ, ഒരു ഹോൾ ഉണ്ടാവും. ഉള്ളിലേക്ക് എക്സ്ട്രാ ഗമ്മൊന്നും അപ്ലൈ ആവരുത്. ഓക്കെ, അപ്പോൾ 25 പേപ്പേഴ്സ് ഞാൻ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് മെനക്കേടുള്ള പണിയാണ്, എങ്കിലും ഫൈനൽ റിസൾട്ട് നല്ല അമേസിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു 25 പേപ്പറിന് നമുക്ക് 5 ആയിട്ട് ഭാഗം ചെയ്യാം. അതായത് ഒരു ബഞ്ചിൽ 5 പേപ്പേഴ്സ് വീതം നമുക്കൊന്ന് തരം തിരിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ ചെയ്യുന്ന ടൈമിൽ നല്ല രസമായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട്. കാരണം ഒരേപോലെയുള്ള കുറേ പേപ്പേഴ്സ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു വർക്കല്ലേ. ഇനി ഇതിൽ നിന്നും ഒരു ബഞ്ച് എടുത്തിട്ടുണ്ട്, അതായത് ഒരു ബഞ്ചിൽ 5 പേപ്പേഴ്സ്. ഇനി ഈ ഒരു 5 പേപ്പേഴ്സ് തമ്മിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സെൻറ്റർ പോർഷനിൽ വേർട്ടിക്കലി ഇതുപോലെ ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബോട്ടം സൈഡിലും ഹൊറിസോണ്ടലി ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ പേപ്പർ ഇതുപോലെ അങ്ങ് വച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പേപ്പർ വെച്ചിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, എന്നിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻറ്ററിൽ വേർട്ടിക്കലി ഗം അപ്ലൈ ചെയ്യുക, ബോട്ടം പോർഷനിൽ ഹൊറിസോണ്ടലി ഗം അപ്ലൈ ചെയ്യുക. അതിനുശേഷം മൂന്നാമത്തെ പേപ്പറും സ്റ്റിക്ക് ചെയ്യാം. ഇതുപോലെ 5 പേപ്പേഴ്സും 1 by 1 ആയിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ സെൻറ്റർ പോർഷനിൽ ഗം അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞും പൊളഞ്ഞൊക്കെ പോകും എന്ന് തോന്നുന്നവർക്ക് ഇതുപോലെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്കെയിൽ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമുക്ക് വരയ്ക്കുന്ന ലാഘവത്തോടു കൂടി ഗം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നാലാമത്തെ പേപ്പറും ഞാൻ ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഗം അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 5ാമത്തെ പേപ്പറും ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. 5 പേപ്പറും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5. ഓക്കെ, ഇനി നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആവട്ടെ. ഇതുപോലെ തന്നെ ബാക്കി 4 ബഞ്ചസും കൂടി നമുക്ക് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ടോട്ടൽ 5 ബഞ്ചസും ഈ ഒരു രീതിയിൽ 5 പേപ്പേഴ്സ് വീതം സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു ബഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു പാറ്റേൺ വരച്ചു കൊടുക്കണം. അപ്പോൾ പാറ്റേൺ കറക്റ്റ് മെഷർമെൻറ്റിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ചെരിച്ച് അത്യാവശ്യം ഒരു 2.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ 2 ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പാറ്റേൺ ഞാൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു കർവ് ഷേപ്പ്
യു ഷേപ്പിലൊക്കെയാണ് ഞാൻ ഈ ഒരു പാറ്റേൺ വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിന് ചെറിയ കുട്ടികൾക്ക് കേട്ടോ വി ഷേപ്പിലും ഈ ഒരു പാറ്റേൺ വരയ്ക്കാവുന്നതാണ്. കണ്ടില്ലേ, ആ ഒരു ലൈൻ വരച്ചത് കൊണ്ട് തന്നെ കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ബഞ്ചിൽ വരയ്ക്കുന്ന സെയിം പാറ്റേൺ തന്നെ സെക്കൻഡും തേർഡും ഫോർത്തും ഫിഫ്ത്തും ബഞ്ചസിൽ വരയ്ക്കുക മാത്രമല്ല, ഇതുപോലെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബഞ്ചിൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് മെഷർമെൻറ്റ്സൊക്കെ മാറി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നീട് കട്ട് ചെയ്യുന്നതിൽ ഫസ്റ്റത്തെ ആ ഒരു ബഞ്ചിൻ്റെ ഷേപ്പ് കീപ്പ് ചെയ്താൽ മതി. ഓക്കെ, കണ്ടില്ലേ, ഈ ഒരു രീതിയിലാട്ടോ നമ്മുടെ സ്റ്റാർ നമ്മൾ വിടർത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ബഞ്ചസും കൂടി ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ദേ 5 ബഞ്ചസും ഞാൻ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ഷേപ്പ് വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു 5 ബഞ്ചസും ഒരുമിച്ച് കൂട്ടി സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇത് സ്റ്റിക്ക് ചെയ്യുന്ന നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു സെൻറ്റർ ലൈനിൽ ഗം അപ്ലൈ ചെയ്യുക വെർട്ടിക്കലി, ബോട്ടം സൈഡിൽ ഹൊറിസോണ്ടലി ഗം അപ്ലൈ ചെയ്തിട്ട് 1 by 1 ആയിട്ട് 5 ബഞ്ചസും ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റ് ചെയ്തൊന്ന് വച്ചു കൊടുക്കാം കേട്ടോ. ഇനി നല്ല രീതിയിലൊന്ന് ഡ്രൈ ആവട്ടെ. ഓക്കെ, ഡ്രൈ ആവുന്നതിന് മുമ്പ് ആ ഒരു ഷേപ്പ് നല്ല രീതിയിൽ വച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്കൊരു ത്രെഡ് ആവശ്യമുണ്ട്. പഴയ ഒരു ഹെയർ ബോർഡ് ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ബീഡൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിന് വൈറ്റ് കളർ അല്ലാത്തത് കൊണ്ട് വൈറ്റ് ആക്രിലിക് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് നല്ലൊരു വൈറ്റിഷ് കളറിലുള്ള ത്രെഡാക്കി ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട. നമ്മുടെ തയ്ക്കുന്ന ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, അതൊരു 5-6 മടക്കിൽ ഇതുപോലെ എടുത്തിട്ട് പെയിൻ്റ് അടിക്കണമെന്നില്ല, ഗമ്മ് യൂസ് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള ത്രെഡായിട്ട് കിട്ടും. ഇനി ഈ ഒരു ത്രെഡ് ഇതുപോലെ ഒന്ന് ഈ ഒരു അറ്റത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതും നല്ല രീതിയിലൊന്ന് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയതിനു ശേഷം നമുക്കിതൊന്ന് വിടർത്തി നോക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ നിർത്തുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നിവർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. പിന്നെ ഞാൻ കറക്റ്റായിട്ടുള്ള ആ ഒരു പൊസിഷനിൽ നിവർത്തി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ലൊരു അടിപൊളി 3D ലുക്കിലുള്ളൊരു സ്റ്റാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത്രയ്ക്കും അമേസിംഗ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് കാശ് കൊടുത്ത് A4 ഷീറ്റൊന്നും വാങ്ങണ നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി സ്റ്റാറിൻ്റെ 2 സൈഡ് നമുക്കൊന്ന് കൂട്ടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ഗം അപ്ലൈ ചെയ്ത പോലെ തന്നെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2 സൈഡിലുള്ള പെറ്റൽസും ഇതുപോലെ സ്റ്റിക്കാക്കി കൊടുക്കാം. 2 സൈഡിലും ത്രെഡ് സ്റ്റിക്കാക്കി കൊടുക്കുകയാണെങ്കിൽ 2 കൂടി കെട്ടിക്കൊടുത്താൽ മതി, ആ ഒരു 2 ത്രെഡും. ഇത് ഒരു സൈഡിൽ മാത്രമാണ് ഞാനിവിടെ ത്രെഡ് സ്റ്റിക്കാക്കി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പെറ്റൽസ് തമ്മിൽ കൂട്ടി സ്റ്റിക്കാക്കി കൊടുത്തത്. മനസ്സിലായോ? ഈ ഒരു സ്റ്റാർ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. അല്ല, അമേസിങ് റിസൾട്ടാട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബൈ.